നമ്മളങ്ങനെ വിഷുവിന്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോ എന്താ വിഷുവിന് വേറെ ഒന്നുമില്ലേ? വിഷുവിന്റെ വിഭവങ്ങള് പറഞ്ഞാൽ നമ്മള് സദ്യ കഴിക്കുള്ളൂ. അതിന്റെ മെയിൻ സാധനം പായസം ആണല്ലോ. സദ്യയില് ഒഴിച്ചുകൂടാൻ വയ്യാത്ത സാധനം പായസാണ്. ഉദ്ദേശിക്കുന്നത് അപ്പൊ പായസം ഉണ്ടാക്കുന്നത് നമ്മള് ഇടിച്ചു പിഴിഞ്ഞ പായസം കേട്ടോ. അരിപ്പായസം. എല്ലാവർക്കും മനസ്സിലാവുണ്ടാവൂല്ലേ? അതെ, ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞാല് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. അതെ, എല്ലാവരും പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന. ഇപ്പൊ ഈ നാളികേരം പിഴിയാനുള്ള മടിക്ക് ഒരുവിധം ആരും നമ്മളും ഉണ്ടാക്കല് വളരെ കുറവാണ്. അപ്പൊ കുട്ടികളൊക്കെ ഇപ്പൊ ഗീതമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് അത് വേണമെന്ന് പറഞ്ഞപ്പോ അത് എപ്പോഴും നമ്മള് പാലടയും പഞ്ചാര പായസമൊക്കെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. പിന്നെ സേമിയ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പരിപ്രഥമൻ നമ്മൾ ഇട്ടിട്ടില്ല അല്ലേ? ഇല്ല, പരിപ്രഥമൻ ഇട്ടിട്ടില്ല. അപ്പൊ ഇന്നിപ്പോ അവർക്ക് വേണ്ടത് ഇടിച്ചു പിഴിഞ്ഞ പായസമാണ്. അത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാനിതിലേക്ക് ഒരു 1.5 ഗ്ലാസ് ഉണങ്ങല്ലരി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചരിയല്ല, ഉണങ്ങല്ലരിയാണ് ഇതിന് സ്വാദ്. അപ്പൊ ഇത് ഒരു മീഡിയം സൈസാണ്. വളരെ ചെറുതുമല്ല, വളരെ വലുതും അല്ലാത്ത അരിയാണ്. ഇത് നന്നായി കഴുകണം കേട്ടോ. നല്ല കല്ലും ഉണ്ടാവും വീട്ടിലെ. അപ്പൊ ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് അടുപ്പത്തിടാം. ഇതിന് കല്ലെടുക്കാണ് കേട്ടോ തിന്നാൻ. അപ്പൊ ഈ സ്റ്റീലിന്റെ പാത്രമായിട്ടുണ്ടെങ്കിൽ കല്ല് കിട്ടില്ല. ആ കല്ല് ഇങ്ങനെ എന്താണ് ഉരസി പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ അലുമിനിയത്തിന്റെ ഇങ്ങനത്തെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ ചുഴറ്റിയിട്ട് വേണം കഴുകാൻ. ഇങ്ങനെ തിരിച്ചാക്കുമ്പോഴേ കല്ല് ഇങ്ങനെ അടിയിലേക്ക് വന്നോളും. നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന ഇതിനൊന്നും അത്ര കല്ലുണ്ടാവില്ല കേട്ടോ. ഇതിപ്പോ നമ്മളെ വീട്ടിലുണ്ട് നെല്ല് കുത്തിയത് കാരണമാണ് കല്ല്. നെല്ലും എടുത്തിട്ടു ഞാന്. അത് കേറുമ്പോഴേ കേട്ടോ കുറച്ചേ ഉള്ളൂ. ചെറിയ കല്ലാണ്. പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് കടിക്കും അത്. ഇനി ഉരുളിയിലാണ് കേട്ടോ വെക്കുന്ന പായസം. അപ്പൊ അത് അരി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കണം. ആദ്യം കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3-ാം പാലോ 2-ാം പാലൊക്കെ പാലുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് ഇനി ശർക്കര ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ശർക്കര ഉരുക്കണം. ഇതിപ്പോ ഞാൻ 1 കിലോ ശർക്കര ഉരുക്കുന്നുണ്ട്. അത് ഉരുക്കി പാരുമ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് പാരാം. 1/4 കിലോ ഒക്കെ എന്തായാലും വേണ്ടി വരും. അപ്പൊ അത് ഞാൻ 1 കിലോ ശർക്കരയാണ് ഉരുക്കുന്നത്. അപ്പൊ അത് ഉരുക്കട്ടെ. ഉരുക്കാൻ അധികം വെള്ളം വെക്കുന്നില്ല, കുറച്ച് 1/2 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളൂ. ഇനി ഇത് ഉരുക്കണം. ഇനി നമുക്ക് നാളികേരത്തിന്റെ പാലെടുക്കണം. അപ്പൊ അതൊരു 3 നാളികേരാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല വിളഞ്ഞ അങ്ങനെ ഉണങ്ങിയ നാളികേരല്ല, പച്ച അതിലാണ് നല്ല പാലുണ്ടാവുള്ളൂ. അപ്പൊ അത് 3 നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പാൽ എടുക്കട്ടെ. ഇതിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ആദ്യത്തെ പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുള്ള അല്ല, ചൂടുള്ള വെള്ളം ഒഴിച്ച പെട്ടെന്ന് കിട്ടും. അല്ല, പിന്നെ തമ്പാല അത്ര അധികം വേണ്ടല്ലോ. അങ്ങനെ മിക്സിയിലടിച്ച കുറച്ച് അധികമാവും. അപ്പൊ ആദ്യത്തെ പാല് എടുത്തിട്ടുണ്ട്. ഇനി 2-ാമത്തെ പാലും 3-ാമത്തെ പാലും കൂടി എടുക്കണം. ഇനി 2-ാമത്തെ പാല് എടുക്കാൻ പോവാന്. അധികം വെള്ളം പാരുന്നില്ല കേട്ടോ. കുറച്ച് വെള്ളം പാർന്നിട്ടൊന്ന് അടിക്കണം. ഈസി മെത്തേഡാട്ടോ ഇത്. പെട്ടെന്ന് തോർത്തുണ്ടില് ഇതിപ്പോ ഇങ്ങനെ കണ്ട് പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പാലും പോരും. നെറ്റായാലും എന്താ പറയാ, ഇത്ര കിട്ടില്ല. ഇപ്പൊ 2-ാം പാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി 3-ാമത്തെ പാലും കൂടി എടുക്കട്ടെ. പണ്ടൊക്കെ നാളികേരം എന്താ പറയാ ഉരലിലല്ലേ ഇടിക്കുക പാലെടുക്കാൻ. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഗ്രൈൻഡറും ഇതൊക്കെ എന്തായാലും ഞാൻ പറയാ, പണ്ടുള്ളവരൊക്കെ കഷ്ടപ്പാടേ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും കൂടിയിട്ടല്ലേ ചെയ്യാ. ഇത് 3-ാം പാല് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മള് നല്ല വിളഞ്ഞ നാളികേരം ആയതുകൊണ്ടാണ് ഇങ്ങനെ 3-ാമത്തെ പാലും ഇത്ര കട്ടിയുള്ളത്. മറ്റേ നമ്മള് നല്ല ഉണങ്ങിയ നാളികേരം വെച്ചാൽ 3-ാമത്തെ പാല് ഇത്ര കളർ ഉണ്ടാവില്ല. ഇത് 3-ാമത്തെ പാല് ഞാൻ അരിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതൊന്ന് ഇല്ല, വെന്തിട്ടില്ല. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. അപ്പൊ അരി നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിക്കണം. ശർക്കര
ഉരുക്കിയത്. ഇതൊന്ന് നന്നായി വറ്റി ഒന്ന് വരട്ടണം. ശർക്കര ഇതാ ഫുള്ള് ഒഴിച്ചുട്ടോ. വറ്റണത് വറ്റണോ? ഇതൊന്ന് വറ്റിട്ടെ ഒന്ന് നെയ്യ് പാർന്നിട്ട് ഒന്ന് വരട്ടിയ മതിയാക്കണം. എന്നിട്ടാണ് നമ്മള് രണ്ടാമത്തെ പാല് പാരും. പിന്നെ ഈ വരട്ടലും കൂടി കഴിഞ്ഞാൽ പിന്നെ പണിയില്ല. രണ്ടാമത്തെ പാല് പാർന്നിട്ട് അധികം തിളപ്പിക്കണ്ട. പിന്നെ ഒന്നാമത്തെ പാല് പാർന്നിട്ട് ഇളക്കിട്ടേക്കും. ഇനിയിപ്പോ നമ്മള് ഈ ടൈമില് നമുക്ക് എന്താ പറയാ കദളിപ്പഴം ഉണ്ടല്ലോ, അത് ഒന്ന് ഇതിലിങ്ങനെ മുറിച്ചിട്ട് അത് നെയ്യിൽ ഇതിന്റെ കൂടെ പ്രത്യേക ടേസ്റ്റ് ആണ് അതിന്. നമ്മളെ അമ്പലത്തിലെ പായസത്തിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പൊ ഇവിടെ കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ലാത്ത കാരണം ഞാനത് ഇടുന്നില്ല കേട്ടോ. കദളിപ്പഴം തന്നെ വേണം, എന്നാലാണ് അതിന്റെ സ്വാദ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇന്ന് ഞാനത് ഇടുന്നില്ല. ഇതന്നെ ഒന്ന് നെയ്യ് പറഞ്ഞിട്ട് ഒന്ന് വരട്ടേട്ടോ. ഇപ്പൊ ശർക്കരയൊക്കെ നന്നായിട്ട് ഈ അരിയിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് പാരുന്നുണ്ട്. നന്നായി ഒന്നും കൂടി വരക്കണം. ഇപ്പൊ നെയ്യന്റെയും ശർക്കരയുടെ ഒക്കെ കൂടിയിട്ടുള്ളൊരു മണം വരുന്നില്ലേ? ഇതിപ്പോ നെയ്യിൽ കിടന്നിട്ട് നന്നായി വരണ്ടു കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാം പാല് പാരാൻ പോവുകയാണ്. തിളച്ചാൽ നമുക്ക് ഒന്നാം പാല് പാരാം. ഇതിപ്പോ തിളച്ചു കിട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നാം പാലും കൂടി പാരാണ്. ഇതിലിപ്പോ ശർക്കര മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഒന്നാക്കി ഒരു കിലോ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ശർക്കര ഫുള്ളതിൽ വേണ്ടി വന്നു. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുക്കിന്റെ പൊടിയും ജീരകപ്പൊടിയും കൂടി ഇടണം കേട്ടോ. വേറെ ഒന്നും വറുത്തിടില്ല. അത് രണ്ടും കൂടി ഇടട്ടെ. ഞാൻ ചുക്കും ജീരകവും കൂടി പൊടിച്ച് വെച്ചതുണ്ട്, അത് ഇടാൻ. അത് ഒരു അര സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായി ഇളക്കുക. നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലില്ലേ ഇപ്പൊ? ഇല്ലില്ല, കറക്റ്റാണ്, പാകാണ്. പായസം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുടിച്ച് നോക്കട്ടെ. കാണുമ്പോ അടിപൊളിയായിട്ടുണ്ട്. ഇനി സ്വാദും കൂടി നോക്കണം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും ഇടിച്ചു പിഴിഞ്ഞ പായസം. എന്താ വെച്ചാൽ ഇതിന്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ നാളികേരം നല്ല പാലുള്ള നാളികേരം ആവണം. പിന്നെ ശർക്കര നല്ല കറുത്ത ശർക്കരയാവണം. അതാണ് അതെ അതിന്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല നാളികേരപ്പാല് വേണം. അപ്പൊ ഇതെല്ലാവരും ഒന്ന് വിഷുവിന് ഉണ്ടാക്കി വെക്കൂ. ഞാൻ പിന്നെ കഴിക്കുന്നുള്ളൂ, വലിയൊരു താല്പര്യമില്ല. കഴിക്കൊക്കെ ചെയ്യൂട്ടോ. പരിപ്പാണ് കൂടുതൽ. അതെ, പരിപ്പാണ് ഇഷ്ടം എന്ന് മാത്രം. പക്ഷെ കുട്ടികൾക്കൊന്നും പരിപ്പ് ഇഷ്ടമില്ല. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പായസമാണ് ഒരു വിഷുവിന് ഉണ്ടാക്കാൻ പോണത്. അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല, പഴം എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇതെല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ഓക്കെ, ബൈ. ചോറ് വേണ്ടേ? അമ്മ തരട്ടെ? ആരാ തരേണ്ടത്? മുത്തശ്ശൻ തരണ്ട? മാഡി എങ്ങനുണ്ട്? ഫുഡ് എങ്ങനുണ്ട്? ഫുഡ് എങ്ങനുണ്ട്? ഫുഡ് ശരി, കുഴപ്പമില്ല. വേണ്ട, സിമ്പിൾ ഡിമ്പിൾ. ചേനയാണോ? വന്നുപോയി.